കേരളത്തിലെ മലയാളത്തിലൊരു കവിതയുണ്ട്, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത. നമ്മുടെ ഖുർആന്റെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു തികവ് പറയാൻ വേണ്ടി ഓർത്തുപോയതാണ്. ഒരു വീട്ടിൽ മാമ്പഴം വീട്ടിന്റെ മുറ്റത്ത് വീണപ്പോൾ അമ്മ കരഞ്ഞൊരു കവിത ഇതായിരുന്നു: ഗണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഈ കവിത അറബിയിലാണെങ്കിൽ ഏതെങ്കിലും തസവുഫിന്റെ കിതാബിൽ വരേണ്ട കവിതയാണ്. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. ഉണ്ണിമാങ്ങ പറിച്ചുകൊണ്ട് മണിക്കുട്ടൻ അമ്മാന്റെ അടുത്ത് വന്നു. ഐലൻ കുർദീനെ ഓർക്കുക, ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുക, മേപ്പാടിയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുക, ഇസ്ലാമിനെ പരിഹസിക്കുന്ന നിരീശ്വരവാദികളെ ഓർക്കുക. അവർ ആദരിക്കുന്ന വൈലോപ്പള്ളിയുടെ കവിതയെയും മറുഭാഗത്ത് ഓർക്കുക. നല്ല അടികിട്ടാഞ്ഞിട്ടല്ലേ നീ ഈ കുസൃതി ഒപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ കുരുന്നിൻ്റെ വദനാംബുജം വാടി കണ്ണുനീർ തടാകമായി ഇപ്പോൾ കരയുമെന്നായി കുറുമ്പുള്ള കുരുന്ന് ബാലൻ പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല. വൈലോപ്പള്ളി ശ്രീധരമേനോൻ അതിന് ശേഷം പറയുന്ന 2 വരി: വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ഒരു വാക്കിന് മറുവാക്ക് പറയാൻ പറ്റാത്ത കുരുന്നുകളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഭാവി പ്രവചിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് അറിവ് കിട്ടുന്ന പ്രവാചകന്മാരാണോ നിങ്ങൾ? കാരണം ഈ മാമ്പഴം പാകമായി പഴുക്കുന്നതിന് മുമ്പ് പനി പിടിച്ച് മണിക്കുട്ടൻ മരിച്ചുപോയി. 4 മാസമായി ആ മാവിൽ നിന്ന് മാങ്ങ താഴെ വീണു. അനാഥമായ ഒരു മാങ്ങ. അണ്ണാറക്കണ്ണന്മാർ മാവിൻ്റെ 4 കൊമ്പുകളിലേക്കും ശബ്ദങ്ങൾ കലവിലകൾ കൂട്ടി ഓടിച്ചാടി നടക്കുമ്പോൾ കുലുങ്ങി വീഴുന്ന മാങ്ങ പെറുക്കാൻ മണിക്കുട്ടനില്ല. അനാഥമായ മാങ്ങ പെറുക്കി മണിക്കുട്ടൻ്റെ കുടീരത്തിൻ്റെ അരികെ പോയി നിൽക്കുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഭാവനയിലെ അമ്മ. ആ അമ്മയോട് സമാധാനം പറയാൻ ലോകത്തെ ഏതെങ്കിലും ഒരു സാഹിത്യത്തിൽ ഒരു വാക്കുണ്ടോ? വളരെ വിനയാന്യതനായ ചോദ്യമാണ്. ഈ മാമ്പഴം എന്ത് ചെയ്യും? കുരുന്നിതാ ഇവിടെ കുടീരത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. വൈലോപ്പള്ളിയുടെ ഭാവന അവിടെ തീർന്നു. അത്രേ ഭാവിക്കാൻ കഴിയൂ. കവിതക്ക് അത്രയേ സങ്കല്പമുള്ളൂ. പക്ഷെ അതിൻ്റെ മീതെ ഖുർആൻ പറഞ്ഞു, ഈ അമ്മ അള്ളാഹു കണക്കാക്കിയ മാർഗത്തിൽ മരണപ്പെട്ട അമ്മയാണെങ്കിൽ ഈ അമ്മയെയും കാത്ത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ആ ബാലൻ യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, അമ്മയെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയിൽ ആ കുരുന്നുണ്ടാകുമെന്ന് പറയാൻ സൂറത്തുൽ വാഖിയക്കേ പറ്റൂ, വേറെ ഒന്നിനും പറ്റുകയില്ല. അപ്പോ സാഹിത്യ ഭാവനകൾ തീരുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.